ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആളുകളെ കുറിച്ചാണ്. ഈ ലോകത്ത് ഒരുപാട് തരം ആളുകളുണ്ട്. അതിലൊരു കാറ്റഗറിയാണ് ഇമോഷണൽ എന്നുള്ള കാറ്റഗറി ആളുകൾ. എന്താണെന്ന് വെച്ചാൽ ഇവർ പെട്ടെന്ന് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ ദേഷ്യം വരും, സങ്കടം വരും, സന്തോഷം വരും. അങ്ങനത്തെ ആളുകളാണ് ഇമോഷണൽ ആളുകൾ എന്ന് പറയുന്നത്. അതായത് ഒട്ടും തന്നെ അവരെന്ത് ചെയ്യില്ല, പ്രീ പ്ലാൻ ചെയ്യില്ല, അല്ലെങ്കിൽ മനസ്സിലും കാൽക്കുലേറ്റ് ചെയ്യില്ല കാര്യങ്ങളൊന്നും. എന്താണോ അവർക്കെതിരെ ഓപ്പോസിറ്റ് വരുന്നത് അതിനെതിരെ പ്രതികരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അവർക്കൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് മനസ്സിനൊരു ഭാരം കൊടുക്കാത്ത ആളുകളാണ്. അതുപോലെ തന്നെ ഒരു ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടപ്പെടുക ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ അവർക്കത് മാറ്റം വരും. അത് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് മാറും ചെയ്യും. അപ്പോൾ എല്ലാത്തരം ആളുകളും ഇങ്ങനത്തെ കാറ്റഗറി അല്ല കേട്ടോ. ഇങ്ങനത്തെ ഇമോഷണൽ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറി പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു സമൂഹത്തിൽ, ഇപ്പോൾ ഒരു ഓഫീസിലായിക്കോട്ടെ, എന്തിലോ ഒരു സ്കൂളിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇവർ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു ഉപദ്രവകാരികളാണ് ഇവർ. ഇവരെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, മറ്റു ആളുകളാണ് ഇവർ ചൂഷണം ചെയ്യുക. അതായത് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, കുറേ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അവരെന്ത് ചെയ്യും, ഇന്നത്തെ ആളുകളെ ചൂഷണം ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറി ആളുകളെ അറിയാം, അല്ലെങ്കിൽ അങ്ങനത്തെ പെടുകയാണെങ്കിൽ, അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വളരെ കുറച്ച് ആളുകളെ അങ്ങനത്തെ ആളുകളായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇതിലൊട്ട് ഫേക്കല്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിപക്ഷം ആളുകൾ ഫേക്കാണല്ലേ. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ വളരെ കുറച്ചുള്ളവർ ഒട്ടും ഫേക്കല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്, നമുക്കിപ്പോൾ പറയില്ലേ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുതെന്ന്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ആളുകളാണ്. ഇതിനെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല, അതേസമയം ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഒരു കണക്കിന് നമുക്ക് ഉപകാരം ചെയ്ത് മാക്സിമം ഉപകാരം ചെയ്ത് നമ്മളെ വശത്താക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഉപദ്രവം ചെയ്യുന്ന ആളുകളെക്കാളും എത്രയോ നല്ലതാണ് ഉപകാരം ചെയ്യാതിരിക്കുന്നത് അല്ലേ. എങ്കിലും നമുക്കതുകൊണ്ട് അവരെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ല. അവരുടെ കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പാവും. അതേപോലെ തന്നെ ഗ്രൂപ്പിലേക്ക് മാക്സിമം ഇവരെ ഒറ്റപ്പെടുത്തും, ഇവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇവരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇമോഷണൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഇവർക്കെതിരെ വരുന്ന ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇവർ റിയാക്ട് ചെയ്യണം. നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കരുത്. ഒരു പ്രാവശ്യം നമ്മൾ റിയാക്ട് ചെയ്യാതെ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇമോഷണൽ ആളുകളാണെങ്കിലും ആരാണെങ്കിലും റിയാക്ട് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ശരി. പിന്നീട് അങ്ങനത്തെ ആളുകൾ നമുക്കെതിരെ ഓപ്പോസിറ്റ് വരില്ല. അതാണ് ഒരു മെത്തേഡ്. പിന്നെ പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫാമിലിയിലായിക്കോട്ടെ, അതായത് പുതിയ കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർക്കത് റിയാക്ട് ചെയ്തിട്ട് ഇവരുടെ വശം അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേയധികം വിഷമങ്ങളും നിരാശകളും വരുന്ന ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് യാത്രകൾ പോകാൻ കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ട്രാവലിംഗ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഐഡിയാസ് എത്തിയിട്ട് ഞാനതൊരു കാര്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചു, എനിക്ക് ഇമോഷണൽ ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി വൈഡായി ചിന്തിക്കാനുള്ള സ്പേസ് കിട്ടും അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഈ ഒരു തളന്മരങ്ങളും നല്ല കൂളിംഗ് ക്ലൈമറ്റ് കണ്ടപ്പോൾ, നല്ല സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പി ആവും, നമ്മൾ വൈഡായി ചിന്തിക്കും, പ്രശ്നങ്ങൾ സൊല്യൂഷൻ കിട്ടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇമോഷണലായ ആളുകൾ, ഇമോഷണൽ ഒരു നമ്മൾ ഡിപ്രസീവ് മൈൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് ഏറ്റവും അതിനെ മാറ്റാൻ പറ്റുന്ന ഫസ്റ്റ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, നമ്മൾ നേച്ചറിലേക്ക് ഇറങ്ങുക. ഒന്നുമില്ലെങ്കിൽ ഒരു വാക്കിംഗ് ആവാം. വാക്കിംഗ് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ്സിൻ്റെ വാക്കിംഗ് ആവാം. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മളൊരു യാത്ര പോകുന്നത്, യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടും കാണുമ്പോൾ നമുക്ക് നേച്ചറിൽ നിന്ന് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. നമുക്കിത് വേറൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ട്രാവലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ എപ്പോഴും സെറ്റ് ചെയ്യാൻ നോക്കാം. പിന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാളോട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരാളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരാളുടെ കൂട്ടുകൊണ്ടൊന്നും നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യമായിട്ടില്ല ഇന്നത്തെ സമൂഹത്തിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് എന്താണ്, സോളോ ട്രിപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളോ ട്രിപ്പിനിപ്പോൾ വളരെ അധികം ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും താല്പര്യം സോളോ ട്രിപ്പാണല്ലേ.
അപ്പോൾ അത് ശരിക്കും അത് എത്രമാത്രം നല്ലതാണെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ ആളുകൾ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ട കുറേ സാഹചര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും നമുക്ക് എന്താണ് സോളോ ട്രിപ്പാണ് ഏറ്റവും നല്ലത്. കംഫർട്ടബിളാണ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്ലോ പേസിൽ പോവാം, ആസ്വദിച്ച് പോവാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി സ്നാക്സ് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എന്തായാലും കഴിച്ച് നമുക്ക് സമാധാനത്തോടെ ആലോചിച്ച് പോകാൻ നല്ല ടൈമൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്റ്റ് ചെയ്യുന്നത് സോളോ ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ആയിരിക്കണം. ഇപ്പോൾ ഇമോഷണൽ ആളുകൾ പ്രത്യേകിച്ചും അധികം ഒറ്റപ്പെടാൻ സാഹചര്യം ഉണ്ട്. കൂടുതലായിട്ട് അവരൊരു ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ സാഹചര്യമുണ്ട്. മാക്സിമം അവർ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിലും അങ്ങനത്തെ ആ സാഹചര്യങ്ങളും അവർ എന്ത് ചെയ്യണം, ഇങ്ങനെ സോളോ